The table below shows the KH values of some gases at 293 Kelvin. KH value തന്നിട്ടുണ്ട്. Gases helium, hydrogen, nitrogen, oxygen. KH values varies here. In which of the following gas arranged in the decreasing order of solubility from left to right? സോല്യൂബിലിറ്റിയുടെ ഓർഡറാണ് നമുക്കറിയേണ്ടത്, അതും ഡിക്രീസിങ് ഓർഡർ. ഇപ്പോൾ കെ എച്ച് വാല്യൂ ഡിഫറെൻറ്റ് കെ എച്ച് വാല്യൂസ് ആർ ഗിവൺ. കെ എച്ച് വാല്യൂ കൂടുമ്പോൾ, അതായത് ഹയർ ദ കെ എച്ച് വാല്യൂ ലോവർ വിൽ ബി ദ സോല്യൂബിലിറ്റി. അപ്പോൾ ഏറ്റവും ഹയർ വാല്യൂ കെ എച്ച് വാല്യൂ ഹയർ ഫോർ ഹീലിയം. അപ്പോൾ ഹീലിയത്തിനായിരിക്കും ഏറ്റവും ലോവർ സോല്യൂബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ ഹീലിയത്തിന് ലോവർ സോല്യൂബിലിറ്റിയുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്, ഐദർ സി ഓർ ഡി. ആൻഡ് ദ നെക്സ്റ്റ് വൺ കെ എച്ച് വാല്യൂ നെക്സ്റ്റ് വരുന്നത് നൈട്രജൻ ആണ്. നൈട്രജൻ 76.48, അതാണ് നൈട്രജൻ്റെ കെ എച്ച് വാല്യൂ. അപ്പോൾ ഹീലിയത്തിന് തൊട്ട് മുമ്പ് നമുക്ക് നൈട്രജൻ വരണം. ഓക്കെ, അങ്ങനെയുള്ള ഒരേ ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ ഡി. ഇനി നമുക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നൈട്രജൻ വന്നു, ദെൻ വരുന്നത് 69.16 ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഹൈഡ്രജൻ വന്നു. കെ എച്ച് വാല്യൂ ഏറ്റവും ലോവർ ഉള്ളത് ഓക്സിജനാണ്. അതുകൊണ്ട് തന്നെ സോല്യൂബിലിറ്റി ഏറ്റവും കൂടുതൽ ഓക്സിജനാണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി.